മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/9/1978 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം. പൂരം 1-ാം പാദം. മകരലഗ്നം. 2 ശൂന്യം, 3 കേതു, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7 ഗുരു ബുധൻ, 8 സൂര്യൻ ശനി ചന്ദ്രൻ ഗുളികൻ, 9 കുജൻ രാഹു, 10 ശുക്രൻ, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തൊഴിൽ സംബന്ധമായി പല കാലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ 2 മഹായോഗങ്ങൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. എന്നിട്ടും എന്തുകൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നന്നേ അനുഭവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ വരുന്നു? അതിനുള്ള ഉത്തരവും ഈ ഗ്രഹനിലയിലുണ്ട്. മഹായോഗങ്ങളെന്ന് പറഞ്ഞത്, 1 ലഗ്നാൽ 7 ഹംസ മഹായോഗം ചെയ്ത് വ്യാഴം, അതുപോലെ തന്നെ ലഗ്നാൽ 10 മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് ശുക്രൻ. പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയാറുണ്ട്. പഞ്ചമഹായോഗങ്ങളിലെ 2 വലിയ യോഗങ്ങളാണ്. ഒന്ന് ഹംസമഹായോഗവും അതുപോലെ തന്നെ ശുക്രനെ കൊണ്ടുള്ള മാളവ്യ യോഗവും. അത് കുജനെ കൊണ്ടാണ് എങ്കിൽ അത് രുചക മഹായോഗമായി മാറും. അതുപോലെ തന്നെ ശനിയെ കൊണ്ടാണെങ്കിൽ അത് ശശമഹായോഗമായി മാറും. അതുപോലെ തന്നെ ബുധനെ കൊണ്ടാണെങ്കിൽ അത് ഭദ്രായോഗമായി മാറും. ആ 5 മഹായോഗങ്ങളിൽ പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലരായിട്ടുള്ള 2 ഗ്രഹങ്ങൾ, വ്യാഴം ഹംസയോഗം, ശുക്രൻ മാളവ്യ യോഗം. ലഗ്നാൽ 10 അദ്ദേഹത്തിൻ്റെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ സ്ഥാനം 10, മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശുക്രൻ എന്ന് വെച്ചാൽ നവാംശത്തിലും ശുക്രൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെ എന്നർത്ഥം. എന്നിട്ടും തൊഴിൽ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഉത്തരം വളരെ ലളിതം. 1, 10 തൊഴിൽ സ്ഥാനം 10ലേക്ക് ചിങ്ങൻ രാശിയിൽ എന്ന് വെച്ചാൽ സൂര്യനോടൊത്ത് ചന്ദ്രനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി. ചിങ്ങത്തിൽ ശത്രു ക്ഷേത്രമാണ് ശനിയെ സംബന്ധിച്ച്. പ്രധാന ശത്രു തന്നെയാണ് സൂര്യൻ. അതുപോലെ തന്നെ വിഷം മാത്രം സപ്ലൈ ചെയ്യുന്ന ഗുളികൻ, മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ. അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പ്രത്യേകിച്ചും തൊഴിൽ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി, ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റായ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രത്യേകതകൾ തന്നെയാണ്. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയെയും സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയെയും സൂക്ഷിക്കണം. കുറഞ്ഞ പക്ഷം ഭയക്കുക തന്നെ വേണം. അതിനനുസരിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയില്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തക്ക ശേഷി ഇത്തരം ശനിക്ക് ഗ്രഹനിലകളിൽ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊത്ത്, പ്രധാന ശത്രുവായ സൂര്യനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി, 3-ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 10ലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് മാളവ്യ യോഗം കൊടുത്തു നിൽക്കുന്ന ശുക്രനെ പോലും കടത്തി വെട്ടാൻ തക്ക ശേഷിയുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലുടനീളം ഒരുപാട് തവണ ഒരു ജോലി കൃത്യമായി ചെയ്തു വരികയും ഒരു ബ്രേക്ക് അവിടെ ഉണ്ടാവുകയും അതിനുശേഷം ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുകയും അവിടെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു റെയറായിട്ടുള്ള അവസ്ഥ. പ്രത്യേകിച്ചും 10-ാം ഭാവത്തിലേക്ക് ഗുളികനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാം. സഹജമായി കാണുന്ന ഒരു സൂചന തന്നെയാണത്. ഇവിടെ ഗുളികൻ ഡയറക്റ്റായി 10മായി ബന്ധമില്ല എങ്കിൽ പോലും ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ കണക്ഷൻ 10ലേക്ക് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തുലാത്തിൽ ശനി ഉച്ചനാണ്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ എടുക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് നിൽക്കുന്ന രാശി, അതുപോലെ തന്നെ സൂര്യനോടൊത്ത് നിൽക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഗുളികനോടൊത്ത് നിൽക്കുന്ന അവസ്ഥ. പ്രസ്തുത ശനി 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. അതുപോലെ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മകരലഗ്നമാണ്. ലഗ്നാധിപൻ തന്നെയാണ് ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നത്. അപ്പോൾ അതും ആ വ്യക്തിക്ക് ടഫായിട്ടുള്ള എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകത്തക്ക അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു.
അതുപോലെ തന്നെയാണ് ലഗ്നാൽ 9 ഭാഗ്യസ്ഥാനം. കുജൻ നിൽക്കുന്നു. ശത്രുവിൻ്റെ ക്ഷേത്രമാണ് കുജൻ, ബുധൻ, നല്ല ബന്ധമല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഇവിടെ രാഹു ഉണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു. അവിടേക്ക് 8 നിന്നുകൊണ്ട് ഗുളികൻ തൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി നടത്തുന്നു. നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2ലേക്കും 12ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ മാളവ്യ യോഗം കൊടുത്തു നിൽക്കുന്ന ശുക്രന് ഗുളികനോടൊത്ത് നിൽക്കുന്ന സൂര്യനോടൊത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ഭാവത്തിൽ, രാശിയിൽ, ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ശുക്രനെ ബലം കുറയ്ക്കും. അത് കുറച്ചു എന്നത് അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഉപരി ഹംസ മഹായോഗം കൊടുത്ത് കർക്കടകത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നു. അവിടേക്ക് ശനിയോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ, ശനിയോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ ബലത്തെയും അത് കുറയ്ക്കും. തിരിച്ച് വ്യാഴത്തിനാണെങ്കിൽ ഇവിടേക്ക് ദൃഷ്ടിയുമില്ല. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5ലേക്കും 9ലേക്കും 7ലേക്കും 9ലേക്കുമാണ് ദൃഷ്ടിയുള്ളത്. അപ്പോൾ ഇവിടേക്കൊന്നും തന്നെ 10ലേക്കോ 10ാം ഭാവാധിപനിലേക്കോ ഒന്നും തന്നെ വ്യാഴത്തിന് ദൃഷ്ടിയില്ലാതാനും ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫലത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അതില്ല. വ്യാഴത്തെ ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, രാഹുവിനെ ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തിരിച്ച് രാഹു ഗുളികൻ നിൽക്കുന്ന അല്ലെങ്കിൽ ശനി നിൽക്കുന്ന, സൂര്യൻ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഗുളികൻ തൻ്റെ ടോക്സിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വിഷം സപ്ലൈ ചെയ്യുന്ന ദൃഷ്ടി വ്യാഴത്തിലേക്കും ചെയ്യുന്നത്. അപ്പോൾ അതും ഹംസയോഗത്തിൻ്റെ ബലത്തെ കുറയ്ക്കുന്നതിനൊരു പ്രധാന കാരണം തന്നെയാണ്. ഇവിടെ മഹായോഗങ്ങൾ കൊടുത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹംസയോഗം അല്ലെങ്കിൽ മാളവ്യ യോഗം അല്ലെങ്കിൽ രുചകയോഗം അല്ലെങ്കിൽ ശശയോഗം അല്ലെങ്കിൽ ബുധനെ കൊണ്ടുള്ള ഭദ്രായോഗം കൊടുക്കുന്നു എന്ന് പറയുന്നതിലല്ല അർത്ഥമുള്ളത്. അത് ഏത് രീതിയിൽ ആരുടെയൊക്കെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള ദൃഷ്ടികളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് ഇന്ന യോഗമുണ്ട്, ഒന്നും ഫലവത്താവുന്നില്ല. ഇതുപോലെയാണ് അത് എന്ന് വെച്ചാൽ, ഇതേപോലെ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു, പ്രബല ഗ്രഹമാണ്, പ്രബല യോഗവുമുണ്ട്, ഫലം കുറയും. ചിലർക്ക് ശൂന്യത എന്ന് വെച്ചാൽ ഒരു 25% താഴെ മാത്രം ഫലം ചെയ്യുന്ന മഹായോഗങ്ങളുള്ള ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം തേടി പോകുന്ന സമയത്ത് ഇതുപോലെ ഡീപ്പായി പോയാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അതിൽ തന്നെ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പൊതുവേ ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹംസയോഗമുണ്ട്, മാളവ്യ യോഗമുണ്ട്, അതിഗംഭീരമെന്ന് പറയാം. പക്ഷേ അതിന് ഉപരിയായി എന്തൊക്കെ ഗ്രഹങ്ങൾ, എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ അവയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചും കൂടിയിരിക്കും അതിൻ്റെ ഫലത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇദ്ദേഹത്തിന് നിലവിൽ രാഹുദശയാണ് നടക്കുന്നത്. 2021 തൊട്ട് 2039 വരെ കാലം നീളുന്ന 18 കൊല്ലക്കാലം രാഹുദശയാണ്. അതിൽ തന്നെ രാഹുവിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. എന്ന് വെച്ചാൽ ഹംസ മഹായോഗം കൊടുക്കുന്ന ഗുരുവിൻ്റെ അപഹാരം നടക്കുമ്പോഴും ഇദ്ദേഹം തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റീവായിട്ടിരിക്കുന്നത് 9ലെ രാഹുവാണ്. ഭാഗ്യസ്ഥാനത്തെ രാഹുവാണ്. ഭാഗ്യം, ജോലി അല്ലെങ്കിൽ വിവാഹം, ഉയർച്ച എന്നെല്ലാം പറയുന്നത് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം എന്ന വാക്കുമായി, ലക്ക് എന്ന വാക്കുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തൊഴിൽ നഷ്ടം എന്ന് സംഭവിക്കുമ്പോൾ 9ലെ രാഹു കൃത്യമായിട്ട് എൻ്റെ നെഗറ്റീവായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തെ ഹനിക്കുന്ന, ഇല്ലാതാക്കുന്ന ജോലി അവിടെ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഉപരി ഭാഗ്യസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. ഇത് രണ്ടും വളരെ കണക്റ്റഡാണ്. ഉപരി രാഹുവാണെങ്കിൽ ഗുളികനെ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്, അല്ലെങ്കിൽ ഗുളികൻ നിൽക്കുന്ന രാശിയിലേക്ക് തൻ്റെ ദൃഷ്ടി നടത്തുന്നുമുണ്ട്. അപ്പോൾ അതും ഈ ഒരു അൺലക്ക് ഫാക്ടർ വർക്കാകുന്നതിന് കാരണം തന്നെയാണ്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പോകേണ്ടുന്ന പാറ്റേൺ അല്ലെങ്കിൽ കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. അത് ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ 2026 ഒക്ടോബർ 2 മുൻപായിട്ട് തന്നെ ഇതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, രാഹുദശയെ ഒരല്പം കരുതലോടെ തന്നെ കണ്ട് മുന്നോട്ട് പോയേ തീരുള്ളൂ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വ്യാഴം കഴിഞ്ഞാൽ ശനിയുടെ അപഹാരമാണ്. സൂര്യനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി. അല്പം കരുതലോടെ, അല്പം ദീർഘവീക്ഷണത്തോടെ, ക്ഷമയോടെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശനിയുടെ അപഹാരത്തെ മറികടക്കാൻ സാധിക്കും. ക്ഷമയാണ് അവിടെ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് സൂര്യനോടൊത്തൊക്കെ ശനി നിൽക്കുന്ന അവസ്ഥകളിൽ ദേഷ്യം
പോലെയുള്ള പ്രഷർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ പോവുക. ഉപരി മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചന്ദ്രൻ എന്ന ഗ്രഹത്തോടൊപ്പം മനസ്സിൻ്റെ കാരകഗ്രഹമാണ്, മാതാവിൻ്റെയും കാരകഗ്രഹം ചന്ദ്രൻ തന്നെയാണ്. അത്തരം ചന്ദ്രനോടൊത്ത് ശനി, അതല്ലെങ്കിൽ ഗുളികൻ, അതല്ലെങ്കിൽ രാഹു, അതല്ലെങ്കിൽ കേതു, ഈ 4 അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൺഫ്യൂഷൻ, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഡീപ്പ് സ്റ്റേജ് ഡിപ്രഷൻ പോലെയുള്ള ഒരു മന്ദത എന്ന് പറയില്ലേ, ഒന്നും ചെയ്യാൻ മനസ്സനുവദിക്കാത്ത ഒരവസ്ഥ, അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം വളരെ കൂടുതലാണ്. ഇദ്ദേഹം നിലവിൽ അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തരം ഗ്രഹനിലകളിൽ കാണുന്ന പ്രധാന ഒരു രീതി എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ അറിവോട് കൂടിയോ അല്ലാതെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെ വല്ലാതെ ബാധിക്കും, പിടിച്ചിരുത്തും. എന്ന് വെച്ചാൽ മറ്റൊന്നും ചെയ്യാൻ പോകാത്ത രീതിയിൽ, മനസ്സിനെ കലുഷിതമാക്കുന്ന രീതിയിൽ, സ്വസ്ഥത കെടുത്തുന്ന രീതിയിൽ അതിനെ ഒരു പോയിന്റിൽ തന്നെ പിടിച്ചിരുത്തി നെഗറ്റീവായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് അതിനെ എത്രത്തോളം കാട് കയറി ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇതാണ് ഇത്തരക്കാരുടെ ഒരു പ്രധാന നെഗറ്റീവായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും അനുവദിക്കാനേ പാടില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ അവിടെ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അതിനെല്ലാം കൃത്യമായി പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നെഗറ്റിവിറ്റി മാറുകയും പോസിറ്റീവായിട്ടുള്ള അവസ്ഥകൾ കൃത്യമായി മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും. 1, 2, 3, 4, 5, 6, 7 ഇവിടെ ലഗ്നാധിപൻ നിൽക്കുന്നത് മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കൂടെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ, പ്രത്യേകിച്ചും കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം തൻ്റെ 7ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നു, നല്ലതാണ്. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ കൃത്യമായി പരിഹരിച്ച് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആക്റ്റീവായി ഇരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വാശിയോടെ കയ്യും മെയ്യും മറന്ന് അന്വേഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് എങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സമയം കടന്നു പോകുന്നതിന് മുൻപ് തന്നെ വ്യാഴത്തിൻ്റെ അപഹാരമാണ്, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, എന്നിരുന്നാൽ തന്നെ ഹംസയോഗമോടുണ്ട്, അതില്ലാതാവുന്നില്ല. അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ സമയത്ത് തന്നെ ജോലി എന്ന് പറയുന്ന ഒരു കടമ്പ അനുകൂലമായി തന്നെ ഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ ഒരല്പം ശ്രമം അധികമായി വേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കിട്ടുന്ന എല്ലാ പഴുതുകളിലൂടെയും ജോലി അന്വേഷിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ അതിന് തക്കമുള്ളൊരു മാനസികാവസ്ഥ നിലനിർത്തിയേ മതിയാവൂ. പോസിറ്റീവായിട്ട് ഇരുന്നേ മതിയാവൂ. കൃത്യമായിട്ട് പരിഹാരങ്ങളും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ, വളരെ ആക്റ്റീവായിട്ട് തന്നെ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാലയളവിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ പൂരമാണ് നക്ഷത്രം. ശുക്രദശയിൽ ജനിച്ചു. 98 വരെ ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2004 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2014 വരെ, അതിനുശേഷം ചൊവ്വ 2021 വരെ, അതിനുശേഷം രാഹു 2039 വരെ, ശേഷം ഗുരു 2055 വരെ, ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ഗുരു നേരത്തെ പറഞ്ഞു 2026 ഒക്ടോബർ 2-ാം തീയതി വരെ രാഹുവിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് പോസിറ്റീവായിട്ട് ഇരുന്ന് നല്ല രീതിയിൽ ശ്രമിച്ച് ആക്റ്റീവായിട്ടിരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടുക വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്നും മനസ്സിലാക്കുക. ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ ഗുണം കിട്ടുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നതും ഒരു വലിയ കാര്യമാണ്. പോസിറ്റീവായിട്ടിരിക്കുക. ചന്ദ്രൻ പൊതുവേ ഗുളികനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ മനസ്സിനെ അല്പം കലുഷിതമാക്കും. അത് ആർക്കായാലും ഏത് പൊസിഷനിലായാലും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.